യൗവനത്തിൻ്റെ ആവേശങ്ങളും ആഘോഷങ്ങളും വാഴ 2 എന്ന ചിത്രത്തിലൂടെ തിയേറ്ററുകളിൽ തരംഗമാകുമ്പോൾ ആ ചിത്രത്തിലെ മനോഹരമായ ആ ഗാനം സംഗീത സംവിധാനം ചെയ്ത പാർവതീഷ് നമ്മോടൊപ്പം ചേരുകയാണ്. കൂടെ പിറന്നവരല്ലേ, മനോഹരമായ വരികൾ. നമുക്കതിൽ നിന്ന് തന്നെ തുടങ്ങാൻ തോന്നുന്നു. പാടിയാലോ? തമ്മിൽ പിണങ്ങി പോവല്ലേ, കാണാതെ മായല്ലേ കണ്ണേ, നമ്മൾക്ക് നാം തന്നെയല്ലേ, കൂടെ പിറന്നവരല്ലേ. സൗഹൃദത്തിൻ്റെ തീവ്രതയും എല്ലാം ഒരുപക്ഷെ ഈ പാട്ടിലുണ്ട്. മകനെ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ തന്നെ വേറെ ഒരു പാട്ടും കൂടെ. പക്ഷേ മകനെ അച്ഛനും ഒരു മോൻ്റെയും ഇടയ്ക്കുള്ള ഒരു റിലേഷൻഷിപ്പിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു പാട്ടായിരുന്നു. ഇതൊരു സിബ്ലിങ്സിൻ്റെ ബോണ്ട് ഡിഫൈൻ ചെയ്യുന്ന ഒരു പാട്ടായതുകൊണ്ട് ഈ കൂടെ പിറന്നവരിന് വേർഡും കിട്ടി. അപ്പം അങ്ങനെ ആ രീതിയിൽ ഒരു പാട്ടുണ്ടാക്കണമെന്ന് ഒരു ബ്രീഫ് ഉണ്ടായിരുന്നു ആ സീൻ്റെ അനുസരിച്ച്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ പാട്ടുണ്ടാക്കിയത്. ഈ ഒരു പാട്ടിൻ്റെ ഒരു സാന്നിധ്യമാണ് സിനിമയെ കൂടുതൽ മനോഹരമാക്കുന്നത്. ഒരുപക്ഷെ ഇത് വരികൾ എഴുതിയിട്ടാണോ അതോ ആദ്യമാണോ ട്യൂൺ ഉണ്ടാക്കിയത്? അല്ല, ഇതിൻ്റെ ആദ്യം നമ്മൾ ട്യൂൺ ഉണ്ടാക്കി, എന്നിട്ട് PK ഹരിനാരായൺ ഏട്ടനെ നമ്മളിങ്ങനെ വിളിച്ചിട്ട് നമ്മൾ ഈ ട്യൂൺ കേൾപ്പിക്കുന്നു. പിന്നെ ചേട്ടൻ നമ്മൾ സീൻസും കാണിക്കണം. അപ്പോൾ അതിൻ്റെ അനുസരിച്ചാണ് ചേട്ടൻ ലിറിക്സ് എഴുതിയത്. ആദ്യം നമ്മൾ പക്ഷേ ട്യൂണാണ് ഉണ്ടാക്കിയത്, എന്നിട്ടാണ് നമ്മൾ ലിറിക്സ് എഴുതിയത്. ഒരുപക്ഷെ ആ ട്യൂണിനൊപ്പം മനോഹരമായ വരികൾ ഹരിഹരൻ എഴുതി. അതെ, ഡെഫിനറ്റ്ലി. അത് ചേട്ടൻ അങ്ങനെ എഴുതിയതുകൊണ്ട് മാത്രമാണ് ആൾക്കാർക്ക് അത് ഇത്രയും ഇഷ്ടപ്പെട്ടതും. അത് ആ ഒരു കണക്ട് കിട്ടാൻ വേണ്ടി ആ വരികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പം പല വരികളിലൂടെ ആ തിയേറ്ററിൽ പല തവണയായിട്ടാണ് ഈ പാട്ടിങ്ങനെ കയറി ഇറങ്ങിപ്പോകുന്നത്. സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴും ഈ പാട്ടും ഈ മൊമെൻറ്റ്സും ഒന്നും നമ്മളെ വിട്ടു പോകുന്നില്ല. അതെ, അത് നമ്മളൊരിക്കലും വിചാരിച്ചതല്ലാതെ എങ്ങനെയായി വരും എന്ന്. പക്ഷേ അതങ്ങനെ ആയതിൽ വളരെ സന്തോഷം. ആൾക്കാർക്ക് അതിങ്ങനെ എല്ലാവർക്കും വീട്ടിലൊരു കൂടപ്പിറപ്പ് ഉണ്ടാവുമല്ലോ. അപ്പം ആ പടം കണ്ടപ്പം ആൾക്കാർ കണക്ട് ചെയ്ത് അത് അങ്ങനെ ആയിത്തീർന്നു. എല്ലാവരുടെയും കൂടെ ഒരു എഫേർട്ട് ആയതുകൊണ്ട് അത് അങ്ങനെ ആയി വന്ന് അതിൽ വളരെ സന്തോഷമുണ്ട്. സിനിമയുടെ സംവിധായകനുമായിട്ടുള്ളൊരു കൂട്ട് ഒരുപക്ഷെ ഈ ചിത്രത്തിൻ്റെ ഈ സംഗീത സംവിധാനത്തിന് കൂടുതൽ ഗുണകരമായോ? എങ്ങനെയായിരുന്നു അതൊക്കെ? അത് ഞാൻ ഈ പടത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും, മൊത്തം ടെക്നിക്കൽ ടീംസ്, അവരെല്ലാവരും നമ്മൾ ഒരുമിച്ചൊക്കെ ആയിരുന്നു ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഞങ്ങളൊക്കെ ഒരുമിച്ച് തൃശ്ശൂരിൽ പോയി അവിടെയൊക്കെ കുറേ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോകും. ഒരുമിച്ചിരുന്നാണ് ഇത് മൊത്തം ക്രിയേറ്റീവ് പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഓൾറെഡി ഈ ടെക്നിക്കൽ ഒരു പടത്തിനെക്കാട്ടിലും കൂടുതൽ ഐ മീൻ വി ഹാഡ് ഒരു ബോണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എല്ലാവരും കൂടെ ചേർന്ന്. അത് ഐ തിങ്ക് അതും കൂടെ കാരണമാണ് ഈ ഒരു പടം ഇങ്ങനെ വെളി വന്നത്. എല്ലാവർക്കും എല്ലാവരുടെയും ആ സൗഹൃദം ആ പടത്തിൽ ഇങ്ങനെ കാണാൻ കിട്ടിയത്. ബിക്കോസ് ഞങ്ങളെല്ലാവരും ഒരു കൂടെ പിറന്നവരായിട്ട് തന്നെയാണ് നമ്മൾ ഈ പടം എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ചെയ്തത്. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ അത് വന്നിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. പാർവതീഷിൻ്റെ നാടും സ്ഥലമൊക്കെ എവിടെയാണ്? എൻ്റെ അച്ഛനും അമ്മ നാട്ടിൽ കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നാണ് ജനിച്ചതും വളർന്നതും. അപ്പം അച്ഛൻ എന്നിട്ട് ഭോപ്പാലിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. അതപ്പം ഞാനും എൻ്റെ അനിയനും ഞങ്ങൾ രണ്ടുപേരും ജനിച്ചതും വളർന്നതും ഭോപ്പാലിലാണ്. അതുകൊണ്ട് അവിടെ കൊച്ചിലെ ഹിന്ദിയാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ ഹിന്ദി, പക്ഷേ വീട്ടിൽ എപ്പോഴും അച്ഛനോടും അമ്മയോടും നാട്ടിലിവിടെ എല്ലാവരോടും മലയാളത്തിൽ സംസാരിച്ചുകൊണ്ട് മലയാളം സംസാരിക്കുമായിരുന്നു. പക്ഷേ കൂടുതൽ ഹിന്ദി ആയതുകൊണ്ടും മലയാളം വെച്ചിട്ട് ഇങ്ങനെ ആയിപ്പോയി. പക്ഷേ കൊച്ചിലെ നമ്മൾ വീട്ടിലൊക്കെ എപ്പോഴും മലയാളം പാട്ടുകളും കേട്ടുകൊണ്ടിരിക്കും. അച്ഛനും അമ്മ എപ്പോഴും നമ്മളെ കേൾപ്പിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇപ്പം ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. മലയാളത്തിലെ ആദ്യ പടം ഏതായിരുന്നു? ആദ്യത്തെ പടം ഞാൻ മലയാളത്തിൽ അങ്കിത് മേനൻ ഭയ്യയ്ക്ക് വേണ്ടി തിരികെ എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ ഒരു സിംഗറായിട്ടാണ് വരുന്നത്. അതിൻ്റെ ടൈറ്റിൽ ട്രാക്ക് ഞാൻ പാടി. എന്നിട്ട് അങ്കിത് ഭയ്യനെ തന്നെ അസിസ്റ്റ് ചെയ്ത് ഐ ഡിഡ് ജയ ജയ ഹേ, അന്താക്ഷരി, ഗുരുവായൂരമ്പല നടയിൽ, ഇങ്ങനെ കുറേ പടങ്ങൾ അങ്കിത് ഭയ്യയുടെ പടത്തിലൊക്കെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ വിപിൻ ചേട്ടനെയും മൊത്തം ടീമിനെ നമ്മൾ പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് ഈ അസോസിയേഷൻ മൊത്തം വന്നത്. ഫസ്റ്റ് പാട്ടായിരുന്നു തൊട്ടാവാടി എന്ന് പറഞ്ഞൊരു പാട്ട്, ഇറ്റ്സ് ദേർ ഇൻ വാഴ 1. എന്നിട്ട് അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ മകനേനുള്ള പാട്ട്, ആ ഇമോഷണൽ പാട്ട് അങ്കിത് മേനൻ ആ ചേട്ടനായിരുന്നു ചെയ്യേണ്ടത്. പക്ഷെ ആ ചേട്ടൻ തന്നെ എന്നോട് ഒന്ന് പറഞ്ഞ് നീ തന്നെ ഈ പാട്ടും കൂടെ ചെയ്യാൻ. അപ്പം അങ്ങനെയാണ് ലാസ്റ്റ് മൊമെൻറ്റിൽ റിലീസാകുന്ന ഒരു 2-3 ആഴ്ച മുമ്പെയാണ് നമ്മൾ മകനെ തുടങ്ങുന്നത്. ആ ഒരു പാട്ട് ചെയ്യണം, കാരണം ക്ലൈമാക്സിലൊരു ഇമ്പോർട്ടൻറ്റ് സീനും കൂടെയാണ്. അപ്പോഴാണ് നമ്മൾ മകനെ ഉണ്ടാക്കുന്നത്. അപ്പം ആ പടത്തിലാണ് ആദ്യമായിട്ട് എനിക്ക് 2 പാട്ടുകൾ ഇങ്ങനെ ചെയ്യാൻ കിട്ടുന്നത്. ഹൃദയം മുറിയും അഴലിൽ വെന്താലും മകനേ പുറമേ കരയില്ലേതാണും. അപ്പോൾ പാർവതീഷിൻ്റെ സൗഹൃദത്തിൻ്റെ ഇണങ്ങൾ ഇനിയും ഒരുപാട് ഹൃദയങ്ങൾ കീഴടക്കട്ടെ. പുതിയ പുതിയ സിനിമകൾ, പുതിയ പുതിയ പാട്ടുകളിലൂടെ വീണ്ടും പ്രേക്ഷകരെ പിടിച്ചിരുത്തട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ബിനു പാമ്പയ്ക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.